ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്ന് ഈ വീഡിയോയുമായിട്ട് വന്നിരിക്കുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യാനാണ്. ഈ അടുത്ത ദിവസങ്ങളിലായിട്ട് വലിയ ചാഞ്ചാട്ടമാണ് സൂചികകളിൽ നടക്കുന്നത്. വലിയ ചാഞ്ചാട്ടത്തിലൂടെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ കടന്നു പോകുന്നത്. സാധാരണക്കാരായിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ് തീർച്ചയായും ആകെ പാനിക്കാകുന്ന ഒരവസ്ഥയാണ്. മാർക്കറ്റിൽ വലിയ ഇടിവുകൾ സംഭവിക്കുമ്പോൾ എല്ലാം വിറ്റിട്ട് ഓടുന്ന ഇൻവെസ്റ്റേഴ്സ് തിരിച്ചു കയറുമ്പോൾ അത് വിറ്റല്ലോ, അതിന് മേടിക്കാവോ എന്ന് ചോദിച്ച് അല്ലെ ആകുലപ്പെടുന്ന ഇൻവെസ്റ്റേഴ്സ്. ഇതാണ് എല്ലാവരിലും സംഭവിക്കുന്നത്. തുടർച്ചയായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ എത്ര നമ്മൾ അങ്ങനെ ചെയ്താലും നമ്മൾ പഠിക്കുകയില്ല. അപ്പൊ തീർച്ചയായും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ നല്ലൊരു ഇൻവെസ്റ്റർ ആണെങ്കിൽ ഇങ്ങനെ ചാഞ്ചാട്ടം നടക്കുന്ന മാർക്കറ്റിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ചെറിയ ചെറിയ ഹെൽത്തി കറക്ഷൻസ് കാണുമ്പോൾ നമ്മൾ വിറ്റിട്ട് ഓടുകയാണോ ചെയ്യേണ്ടത്, അല്ലെ പാനിക്കാവുകയാണോ ചെയ്യേണ്ടത്? അപ്പൊ മാർക്കറ്റിലെ വലിയ വലിയ ചാഞ്ചാട്ടങ്ങളിൽ ഓഹരി നിക്ഷേപത്തിലൂടെ എങ്ങനെ നമുക്ക് അധിക വരുമാനം നേടിയെടുക്കാം എന്നതിനെ പറ്റിയാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത്. മാർക്കറ്റ് മാഗ്നറ്റ് ഒരു സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ് ഫേമാണ്. നമ്മുടെ ഫ്രീ ചാനൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമന്റിലും പിൻ ചെയ്ത് കൊടുക്കാം. സ്റ്റോക്ക് മാർക്കറ്റ് സംബന്ധമായ ന്യൂസുകളും അറിവുകളും എല്ലാം നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്നതാണ്. നമ്മുടെ പ്രീമിയം ചാനലുകളിൽ അവലംബിക്കുന്ന ഒരു രീതിയെ പറ്റിയും കൂടിയാണ് ഞാനിവിടെ സംസാരിക്കുന്നത്. മാർക്കറ്റിന്റെ വലിയ വലിയ ചാഞ്ചാട്ടത്തിലും നല്ല നല്ല പ്രോഫിറ്റുകൾ നമ്മുടെ മെമ്പേഴ്സിന് നേടിക്കൊടുക്കാൻ സാധിക്കുന്ന ഒരു മെത്തേഡാണ്. പല പല മെത്തേഡുകൾ നമ്മൾ നമ്മുടെ പ്രീമിയം ചാനലുകളിൽ അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ സൂചികകളിൽ വലിയ വലിയ ചാഞ്ചാട്ടങ്ങൾ സംഭവിക്കുമ്പോൾ നമ്മുടെ പ്രീമിയം ചാനലുകളിൽ ഉപയോഗിക്കുന്ന ഒരു സ്ട്രാറ്റജിയെ പറ്റിയാണ് നമ്മളിവിടെ പറയുന്നത്. വലിയ വലിയ പ്രോഫിറ്റുകൾ ആളുകൾക്ക് നേടിക്കൊടുക്കാൻ പറ്റുന്ന ഒരു സ്ട്രാറ്റജി. നമ്മുടെ പ്രീമിയം ചാനൽ ഫോളോ ചെയ്യുന്ന ഒരുപാട് സ്ട്രാറ്റജികളിൽ ഒരു സ്ട്രാറ്റജിയാണിത്. പ്രത്യേകിച്ച് വലിയ ചാഞ്ചാട്ടമുള്ള മാർക്കറ്റിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ ചാഞ്ചാട്ടത്തിലൂടെയാണ് വിപണി കടന്നുപോയത്. പല ആളുകളും പാനിക്കായിട്ട് പോർട്ട്ഫോളിയോ മൊത്തം വിറ്റവരുണ്ട്. തിരിച്ചു കയറിയപ്പം അയ്യോ അത് വിറ്റല്ലോ എന്നോർത്ത് വളരെയധികം സങ്കടപ്പെടുന്നവരുണ്ട്. ഇൻവെസ്റ്റേഴ്സ് എപ്പോഴും ഇങ്ങനെ തന്നെയാണ്, സാധാരണ ഇൻവെസ്റ്റേഴ്സ്. എന്നാൽ തീർച്ചയായും നല്ല നല്ല പ്രോഫിറ്റുകൾ വരുമ്പോൾ ഒരു 75% ഒക്കെ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് ക്യാഷ് നമ്മുടെ കയ്യിലാക്കി ഇരിക്കുന്നത് എപ്പോഴും ബെറ്റർ ആണ്. കാരണം നല്ല നല്ല ഡിപ്പുകളിൽ നമുക്ക് ഒരുപാട് അവസരങ്ങൾ കിട്ടും. അപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ബൈ ഓൺ ഡിപ്പ് എന്ന ഒരു തന്ത്രത്തെ പറ്റിയാണ്. ബൈ ഓൺ ഡിപ്പ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. വിപണിയുടെ ഓരോ ഡിപ്പുകളിലും നല്ല നല്ല ഷെയറുകൾ വാങ്ങിക്കൂട്ടുക പല പല ഘട്ടങ്ങളായിട്ട്. അതായത് നമ്മൾ ഒരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ക്യാഷിന്റെ പല പല ഭാഗങ്ങൾ, ആ ക്യാഷിനെ ഒരു 5ഓ 6ഓ ആയിട്ട് ഡിവൈഡ് ചെയ്ത് പല പല ഘട്ടങ്ങളിൽ പല പല ഡിപ്പുകളിൽ നമ്മൾ വാങ്ങുന്ന രീതിയാണ് ബൈ ഓൺ ഡിപ്പ്. പല റീറ്റെയിൽ നിക്ഷേപകരും തങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ ഇതിനകം തന്നെ ഉടമസ്ഥതയിലുള്ള കമ്പനികളുടെ കൂടുതൽ ഓഹരികൾ വാങ്ങാൻ വിപണിയിലെ ഇടിവ് ഉപയോഗിച്ചിട്ടുണ്ട്. ഈ രീതിയെ പൊതുവെ പറയുന്നത് ആവറേജിങ് എന്നാണ്. ആവറേജിങ് എന്താണെന്ന് ഒരുപാട് പേർക്ക് അറിയാം. എന്നാൽ അറിയത്തില്ലാത്തവര് തീർച്ചയായും ഒന്ന് കാണുക, തീർച്ചയായും ശ്രദ്ധിച്ച് കാണുക. ലളിതമായി പറഞ്ഞാൽ ഓഹരിയുടെ മൊത്തത്തിലുള്ള വില കുറയ്ക്കാൻ സഹായിക്കുന്ന കാലക്രമേണ വ്യത്യസ്ത വിലകളിൽ ഒരു നിശ്ചിത എണ്ണം ഓഹരി വാങ്ങുന്നതിനെയാണ് ആവറേജിങ് എന്ന് പറയുന്നത്. നമ്മൾ ഈ തന്ത്രം ഉപയോഗിക്കാൻ കാരണം ഓഹരി വിപണിയുടെ ചാഞ്ചാട്ടം പ്രവചിക്കാൻ ആർക്കും സാധിക്കുകയില്ല. അതെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഓഹരി വിപണിയുടെ ചാഞ്ചാട്ടം പ്രവചിക്കാൻ സാധ്യമല്ലാത്തടത്തോളം കാലം ഈ തന്ത്രം തീർച്ചയായും നമ്മൾ ഉപയോഗിച്ചിരിക്കണം. നിക്ഷേപകർ ഈ ആവറേജിങ് എന്ന തന്ത്രത്തിലേക്ക് എത്താനുള്ള കാരണവും ഓഹരി വിപണിയിലെ ചാഞ്ചാട്ടമാണ്. വിദഗ്ധരായ നിക്ഷേപകർ പോലും സ്ഥിരമായി ഓഹരികളിൽ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് വാങ്ങുകയോ ഏറ്റവും ഉയർന്നു വിൽക്കുകയോ ചെയ്യുന്നത് അസാധ്യമാണെന്ന് മനസ്സിലാക്കുന്നു. എല്ലാവർക്കും അറിയാം, ഏറ്റവും താഴ്ന്ന പ്രൈസിൽ ഒരു സ്റ്റോക്ക് മേടിക്കാനോ ഏറ്റവും ഉയർന്ന പ്രൈസിൽ അത് വിൽക്കാനോ സാധ്യമല്ല. അങ്ങനെ സാധ്യമാണെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് വളരെ തെറ്റായ ഒരു ധാരണയാണ്. അത് ആദ്യം മനസ്സിലാക്കിയാൽ തന്നെ മാർക്കറ്റിൽ നിന്ന് നമുക്ക് ഒരുപാട് വിഷമങ്ങൾ മാറിക്കിട്ടും. ഒരുപാട് പേര് അനുഭവിക്കുന്ന ഒരു പ്രോബ്ലമാണ്, ഞാനൊരു സ്റ്റോക്ക് എടുത്തു, ഞാൻ നല്ലൊരു പ്രോഫിറ്റിൽ വിറ്റു, അത് കഴിഞ്ഞ് ഒട്ടും അത് കയറിപ്പോകാൻ പാടില്ല, അത് കയറിപ്പോയി എനിക്ക് വിഷമായി. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ്, നമ്മുടെ ക്യാപിറ്റൽ എത്രയാണോ ആ ക്യാപിറ്റൽ 1 ഇയറോ 2 ഇയറോ കൊണ്ട് ഡബിളും ത്രിബിളും ആക്കുക. അതിന് ഒരു സ്റ്റോക്കിൽ തന്നെ പ്രോഫിറ്റ് വേണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല നമുക്ക്. നമ്മൾ പല പല സ്റ്റോക്കുകൾ എടുക്കുന്നു, സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്യുന്നു, നല്ല പ്രോഫിറ്റിൽ വിൽക്കുന്നു എന്നൊരു തന്ത്രം, ഒരു റൂള്. നമുക്കൊരു 5% വിൽക്കാം, അല്ലെങ്കിൽ ഒരു 10% വിൽക്കാം, അല്ലെങ്കിൽ ഒരു 5% നമുക്ക് 75% വിൽക്കാം. താഴേക്ക് വരുമ്പോൾ ബൈ ഓൺ ഡിപ്സ് എന്ന നമ്മുടെ ഈ തന്ത്രം ഉപയോഗിക്കാം. 25% അവിടെ കിടപ്പുണ്ട്. നല്ല നല്ല ഡിപ്പുകളിൽ വീണ്ടും ആ സ്റ്റോക്കുകൾ നമുക്ക് ആവറേജ് ചെയ്യാം, വീണ്ടും പ്രോഫിറ്റിൽ വരുമ്പോൾ വിൽക്കാം. എത്ര ചാഞ്ചാട്ടമുള്ള മാർക്കറ്റിലാണെങ്കിലും നല്ല നല്ല സ്റ്റോക്കുകളിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ യാതൊരുവിധ പ്രോബ്ലവും സംഭവിക്കാനില്ല. കാരണം ഇന്ത്യൻ ഇക്കണോമിയിൽ വിശ്വസിക്കുക. വലിയ വലിയ ചാഞ്ചാട്ടങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, ഇതിനു മുന്നേയും കണ്ടിട്ടുണ്ട്, വലിയ വലിയ ക്രാഷുകൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ഏറ്റവും വലിയ ക്രാഷ് നടന്ന ഈ കൊറോണ ക്രാഷിൽ പോലും ഏറ്റവും താഴെ കിടന്ന പല സ്റ്റോക്കുകൾ, അടിച്ചു പൊളിച്ച് താഴെ പോയ പല സ്റ്റോക്കുകൾ ഇന്ന് നിൽക്കുന്ന ലെവൽ എവിടെയാണെന്ന് നിങ്ങൾക്ക് മാത്രം ചിന്തിച്ചാൽ അറിയാൻ പറ്റും ഏത് ലെവലിലാണെന്നുള്ളത്. അപ്പൊ അതിലൊക്കെ ഇങ്ങനെയുള്ള തന്ത്രങ്ങൾ പയറ്റിയ ആളുകൾ അവരുടെ പോർട്ട്ഫോളിയോയുടെ വാല്യൂ ഇപ്പൊ എന്താണെന്ന് ചിന്തിച്ചു നോക്കുക. നല്ല നല്ല സ്റ്റോക്കുകൾ, അല്ലാണ്ട് അവിടെ ഇവിടെയുള്ള ഒരു പെന്നി സ്റ്റോക്കുകളോ അല്ലെങ്കിൽ ആ ഒരു ഫണ്ടമെന്റലും ഇല്ലാത്ത കമ്പനികളുടെ കാര്യമല്ല നമ്മൾ ഈ പറയണത്.
നല്ല ബ്ലൂ ചിപ്പ് കമ്പനികൾ അല്ലെങ്കിൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള കമ്പനികൾ. തീർച്ചയായും മാർക്കറ്റ് മാഗ്നറ്റ് യൂസ് ചെയ്യുന്ന ഒരു തന്ത്രം അത് തന്നെയാണ്. ബൈ ഓൺ ഡിപ്സിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ, ഒരു ഓഹരി ഒറ്റയടിക്ക് വാങ്ങാതെ വിവിധ അവസരങ്ങളിൽ വാങ്ങുക. അതുവഴി ദീർഘകാല നിക്ഷേപത്തിലൂടെ മികച്ച നേട്ടം ഉണ്ടാക്കാൻ ഒരു ഇൻവെസ്റ്ററിന് സാധിക്കും. അതാണ് ബൈ ഓൺ ഡിപ്സിന്റെ ഏറ്റവും വലിയ ഒരു മെച്ചം. എന്നാൽ തീർച്ചയായും ബൈ ഓൺ ഡിപ്സ് എന്ന തന്ത്രം യൂസ് ചെയ്യുമ്പോൾ ഓഹരി തിരഞ്ഞെടുക്കുന്നത് വളരെയധികം ശ്രദ്ധിക്കണം. ഇപ്പം നമ്മൾ പറഞ്ഞ കാര്യം വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ആവറേജിംഗ് എന്ന തന്ത്രം ഉപയോഗിക്കുമ്പോൾ ശരിയായ ഓഹരി തിരഞ്ഞെടുക്കുകയോ ഒരു പോർട്ട്ഫോളിയോ നിർമ്മിക്കുകയോ ചെയ്യുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിക്ഷേപത്തിന് ഏറ്റവും മികച്ച ഓഹരികൾ ശ്രദ്ധാപൂർവം തിരഞ്ഞെടുക്കുക എന്നതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ തെരഞ്ഞെടുപ്പിന് ശേഷം നിക്ഷേപകർ അവരുടെ മൂലധനത്തിന്റെ ഒരു ഭാഗം തിരഞ്ഞെടുത്ത സ്റ്റോക്കുകളിലേക്ക് നീക്കി വെക്കുകയും ഒരേ സമയം നിക്ഷേപിക്കുന്നതിന് പകരം കാലക്രമേണ ഒന്നിലധികം വാങ്ങലുകൾ നടത്തുകയും വേണം. ഓരോ ഡിപ്സിലും നമ്മൾ വാങ്ങുക. ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ, മ്യൂച്വൽ ഫണ്ടിൽ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ SIP എന്ന് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ട്. അതേപോലെ നിക്ഷേപകർ വിവിധ വില തലങ്ങളിൽ ബാച്ചുകളായിട്ട് സ്റ്റോക്കുകൾ വാങ്ങണം. അതായത് പല പല അവസരങ്ങളിൽ, സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ പല പല അവസരങ്ങളിൽ ഓരോ ഡിപ്സിലും ഒരു സ്റ്റോക്ക് നമ്മൾ മേടിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മളൊരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പൈസ ഒരു 4, 5, 6 ആയിട്ട് ഡിവൈഡ് ചെയ്ത് പല പല ഡിപ്പുകളിൽ നമ്മളത് വാങ്ങുക. പല പല ഡിപ്പുകളിൽ വാങ്ങലുകൾ നടത്തുന്നതിലൂടെ നിക്ഷേപകർക്ക് വിപണിയിലെ ഏറ്റക്കുറച്ചിലുകളിൽ നിന്ന് പ്രയോജനം നേടാൻ സാധിക്കും. ഈ വിപണിയിലെ വലിയ ചാഞ്ചാട്ടത്തിൽ നിന്ന് തീർച്ചയായും നമുക്ക് വലിയ പ്രയോജനം നേടാൻ സാധിക്കും. അപ്പോൾ എത്ര വലിയ ചാഞ്ചാട്ടങ്ങൾ ഉണ്ടായാലും നമ്മൾ ഈ തന്ത്രം യൂസ് ചെയ്യുമ്പോൾ നമുക്ക് മാർക്കറ്റിൽ നിന്ന് ഒരുപാട് ലാഭം ഉണ്ടാക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒരു സ്റ്റോക്കിന്റെ യഥാർത്ഥ വില നമ്മൾ വാങ്ങിയ വിലയേക്കാൾ താഴെയാകുമ്പോൾ അതിന്റെ അധിക ഓഹരികൾ വീണ്ടും വാങ്ങുന്നതിനെയാണ് നമ്മൾ ആവറേജിംഗ് എന്ന് പറയുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു നിക്ഷേപകൻ തുടക്കത്തിൽ 100 രൂപയ്ക്ക് ഒരു സ്റ്റോക്ക് വാങ്ങുകയും അതിന്റെ വില 80 രൂപയായി കുറയുകയും ചെയ്താൽ ഈ കുറഞ്ഞ വിലയിൽ കൂടുതൽ വാങ്ങുമ്പോൾ ഒരു ഷെയറിന്റെ ശരാശരി വില 90 രൂപയായി കുറയും. ഇതാണ് ഈ തന്ത്രത്തിന്റെ ഏറ്റവും വലിയ മെച്ചം. എന്നാൽ ഇതിന് കുറച്ച് അപകട സാധ്യതകളുണ്ട്. അത് നമ്മൾ നേരത്തെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. മെയിനായിട്ടുള്ള അപകട സാധ്യത സ്റ്റോക്ക് തിരഞ്ഞെടുക്കലാണ്. നല്ല കമ്പനികൾ തിരഞ്ഞെടുക്കുക, ഇതിനുവേണ്ടി നല്ല കമ്പനികൾ തിരഞ്ഞെടുക്കുക എന്നതാണ്. അല്ലാണ്ട് എവിടെയെങ്കിലും ഉള്ള സ്റ്റോക്കുകളിലെല്ലാം പോയി നമ്മൾ ആവറേജിങ് നടത്തിയാൽ തീരുമാനമായി കിട്ടും. തീർച്ചയായും നമ്മുടെ ക്യാഷ് വാഷ് ഔട്ട് ആയില്ലേലും ലോസിൽ നിന്നൊക്കെ ഒന്ന് കരകയറി വരാൻ ഒരുപാട് ടൈം എടുക്കും. അപ്പോൾ അതുകൊണ്ട് ഇതിന്റെ അപകട സാധ്യത മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ഒരു ഓഹരിയിൽ ആവറേജ് ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ഒരു ഓഹരിയിൽ നമ്മൾ നിക്ഷേപിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ഓഹരിയുടെ ഇടിവിനുള്ള കാരണങ്ങൾ തീർച്ചയായും നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. അതൊരു അത്യാവശ്യമായ കാര്യമാണ്. ഓഹരിയുടെ വിലയെ സ്വാധീനിക്കുന്ന നിരവധി ഘടകങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ അവയെക്കുറിച്ച് കൃത്യമായ ഒരു ധാരണ നമുക്കുണ്ടായിരിക്കേണ്ടതാണ്. അപ്പോൾ നമ്മളിവിടെ അവതരിപ്പിച്ച കാര്യങ്ങൾ നമ്മുടെ സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റിന്റെ റിസർച്ചിന്റെ ഭാഗമായിട്ട് നമുക്ക് ലഭിക്കുന്ന സ്റ്റഡികളാണ്. ഇവിടെ യാതൊരുവിധ പ്രോമിസോ ഗ്യാരണ്ടിയോ നമ്മൾ നൽകുന്നില്ല. ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ സംബന്ധിച്ച് ഒരു ബൈയോ സെല്ലോ നിങ്ങൾ ഇനീഷ്യേറ്റീവ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ നിങ്ങളുടെ ഫണ്ട് മാനേജറുമായിട്ട് തീർച്ചയായും ബന്ധപ്പെടേണ്ടതാണ്. മാർക്കറ്റ് മാഗ്നറ്റ് ഒരു സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ് ഫേമാണ്. മാർക്കറ്റ് മാഗ്നറ്റിന്റെ പ്രീമിയം ചാനലുകളിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ചില മെത്തേഡുകളിൽ ഒന്നാണ് നമ്മളിവിടെ അവതരിപ്പിച്ചത്. വിപണിയുടെ വലിയ വലിയ ചാഞ്ചാട്ടങ്ങളിൽ നമുക്ക് ഉപകാരമാകുന്ന ഒരു മെത്തേഡാണിത്. അപ്പോൾ തീർച്ചയായും ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണും ഒന്ന് ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്കും കമൻറ്റും ചെയ്യുക. മാർക്കറ്റ് മാഗ്നറ്റ് ഒരു സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ് ഫേമാണ്. നമ്മുടെ ഫ്രീ ചാനൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമന്റിലും പിൻ ചെയ്ത് കൊടുക്കാം. വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.